തുഫല ഈ രാഹുൽ മാങ്കൂട്ടം ഇന്ന് തന്നെ അറസ്റ്റിലാകും. വൈകുന്നേരം 4 മണിക്കകത്ത് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു വാർത്ത അറിയാൻ കഴിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ത് പറയുന്നു? അയ്യപ്പേടൻ പറഞ്ഞ പോലെ ഇന്ന് തന്നെ, അത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണോ ഇനി രാത്രി 9 മണിയാണോ ആ സമയം പറയുന്നില്ല, ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കർണാടക തമിഴ്നാട് അതിർത്തിയിൽ രാഹുൽ ഉണ്ടെന്നും അത് പോലീസ് കൃത്യം SIT അതായത് പ്രത്യേക അന്വേഷണ സംഘം അത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി രാഹുലിന് ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് മറ്റേ നാളെയാണ്, നമുക്കറിയാവുന്ന പോലെ നാളെയാണ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ അത് ജാമ്യാപേക്ഷ പരിഗണിക്കും മുമ്പ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് പോലീസിൻ്റെ ഒരു നമുക്കറിയാമല്ലോ, ഇപ്പോൾ 5-6 ദിവസമായിട്ട് രാഹുൽ ഒളിവിലാണ്. ഒരു പോലീസിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ്. കാരണം മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. ദിവസങ്ങളായ മാധ്യമങ്ങളിൽ രാത്രികാല ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസിനതൊരു അതെ തീർച്ചയായിട്ടും നമുക്കറിയാം. ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് രാഹുലിൻ്റെ അറസ്റ്റ്. കാരണം ദിവസങ്ങൾ ഇത്ര പിന്നിട്ട് കഴിഞ്ഞു. നമുക്കറിയാം പോളോ കാർ, ചുവപ്പ് കാർ നടിയുമായി കാറിലാണ് പോയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്ന് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരത്തിനകം അറസ്റ്റ് ചെയ്യുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ പോളോ കാറിൻ്റെ കാര്യം പറഞ്ഞ് ഈ പോയ കാറ് തമിഴ്നാട് അതിർത്തി വരെ ചെന്ന ശേഷം മറ്റു കാറിലേക്കാണ് പോയിരിക്കുന്നത്. ഏതാണ്ട് 3 കാറ് മാറി സഞ്ചരിച്ചിട്ടുണ്ട്. ഈ 3 കാറ് മാറി സഞ്ചരിച്ചതോടൊപ്പം തന്നെ ഇവിടെ കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന MLAക്ക് കൊടുത്തിരുന്ന ആ സിമ്മും ആ ഫോണും വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പുതിയ സിമ്മും പുതിയ ഫോണൊക്കെ വാങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ നടിയെ ഒരു നടിയുടെ വാഹനമാണെന്ന് പറയുന്നു. അതൊരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ആ ദിവസങ്ങളിൽ ഇത് ഉപയോഗിച്ച് ഇരുന്നത്. അപ്പോൾ ആ നടിയെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുമാത്രമല്ല, രാഹുൽ ഈ പുതിയതായി വാങ്ങിയ സിമ്മിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളെ വിളിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വേറെ കൗതുകരമായ കാര്യം, ഇപ്പൊ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ മീറ്റ് എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ കാര്യമാണ്. രാഹുൽ ഈശ്വർ ഇപ്പൊ ജയിലിലാണല്ലോ, റിമാൻഡിലാണല്ലോ. അപ്പോൾ രാഹുൽ ഈശ്വർ ചെയ്ത ഒരു വീഡിയോയിൽ രാഹുൽ ഈശ്വർ പറയുന്ന ഇതുണ്ട്. അതായത് ഈ അതിജീവിത പരാതി നൽകിയതിനു ശേഷം നമുക്കറിയാവുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷേ ഫോൺ ഓണായതിനു ശേഷം ഇടയ്ക്ക് ഓണായെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത് ഈ രാഹുൽ ഈശ്വറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ടെന്നാണ് പറയുന്നത്. അതും രാഹുൽ മാങ്കൂട്ടത്തിന് അതിന് കുരുക്കാൻ സാധ്യതയുണ്ട്. അത് എവിടെ വെച്ചായിരിക്കും സംസാരിച്ചത് എന്നുള്ളത് വരും ഏത് ലൊക്കേഷനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാരണം മറ്റേ രാഹുൽ ഈശ്വറുമായിട്ട് കുറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ തയ്യാറാക്കിയതെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞതായ റിപ്പോർട്ടുകളുണ്ട്. ഞാനിപ്പോ ഇന്നലെ അല്പസമയം മുമ്പാണ് കേട്ടത്. മീറ്റ് എഡിറ്റേഴ്സ് പരിപാടിയിൽ ഡോക്ടർ അരുൺകുമാർ പറയുന്നുണ്ട് രാഹുൽ ഈശ്വർ അത് സമ്മതിച്ചെന്ന്. അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിജീവക്കെതിരെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ, രാഹുൽ ഈശ്വർ ഇന്നലെ റിമാൻഡിന്റെ റിപ്പോർട്ടുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ സന്ദീപ് വാര്യർക്കും കുറുക്കാവുന്നാണ് പറയുന്നത്. സന്ദീപ് വാര്യർ ഇപ്പോൾ ഒളിവിലാണ്. സന്ദീപ് വാര്യർ നേരത്തെ ആ ഫോട്ടോ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ അടങ്ങുന്ന ഫേസ്ബുക്കിലിട്ട് ആ ഫോട്ടോ എടുത്ത് വേറെ മറ്റു പല സൈബർ ഇടങ്ങളും അത് ഉപയോഗിച്ചെന്നും ആ പെൺകുട്ടിയെ വല്ലാതെ ഹേർട്ട് ചെയ്യത്തക്ക രീതിയിൽ പെരുമാറിയെന്നും പറയുന്നു. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഈ രീതിയിൽ ഒരു കുഴി കൊണ്ട് തള്ളിയിട്ടത് അദ്ദേഹത്തിന്റെ സൈബർ ഹാൻഡിലുകൾ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ പെരുമാറുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വൻ ചതിക്കുഴിയിൽ കൊണ്ട് തള്ളിയിട്ടത് ഇത് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമ്പോഴും ഈ കഴിഞ്ഞ 3 മാസം ഈ പെൺകുട്ടി പരാതി കൊടുക്കാൻ പോയില്ല. പരാതി കൊടുക്കാൻ പോകാതെ ഇരുന്ന പെൺകുട്ടിയെ പ്രകോപിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഈ സൈബർ ഹാൻഡിലുകൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സൈബർ ഹാൻഡിലുകൾ വല്ലാതെ പ്രകോപിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ പെൺകുട്ടി ഇപ്പോൾ പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. ഏതാണ്ട് 20ഓളം ഐഡിയകളാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സൈബർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരെല്ലാം തന്നെ വഴിയെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും തനിക്ക് താൻ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്, ഇന്ത്യൻ വ്യവസ്ഥ അനുസരിച്ച് ഇതിനും ഞാൻ തയ്യാറാകുന്ന ആളാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം പറയുമ്പോഴും ഈ കേസ്
ഹൂ കേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളം അത് കേഴ്സ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിബുദ്ധിയാണ് ഇവിടെ ഈ 3 ഒളിത്താവളങ്ങൾ മാറി മാറി പോകുന്നത് എന്നൊരു വർത്തമാനം പറയുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം 6 ദിവസം ഒളിവിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് എന്താണ് കോടതിയിൽ തെളിയിക്കാനുള്ളതെന്ന കാര്യങ്ങൾ എവിഡൻസ് നിരന്തരം അദ്ദേഹത്തിൻ്റെ വക്കീലിന് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ആരൊക്കെയാണ് അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിൻ്റെ സൗഹൃദ വൃന്ദം ഇത് കൃത്യമായി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. കാര്യം ഇദ്ദേഹവുമായി അടുപ്പമുണ്ട് ഈ പെൺകുട്ടിക്ക് ഉണ്ട് എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ അവരുടെ ഭർത്താവുമായി അവർ ജീവിച്ചു എന്നുള്ള രേഖകളൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവസാനം കേൾക്കുന്നത് കോടതിയോട് അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ അടച്ചിട്ട മുറിയിൽ തൻ്റെ വാദം കേൾക്കണം എന്നൊരു വശവും കൂടെ ആണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നാറ്റം വെച്ച കാര്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അല്ലേ? അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അത് ഈ പുറം ലോകം ഈ നാറ്റം വെച്ച കാര്യം അറിയും എന്നുള്ളൊരു ഭയം കൊണ്ടാണോ അടച്ചിട്ട മുറിയിൽ പറയണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ന്യായം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും മാറുമെന്നുണ്ടെങ്കിൽ ആ മറുഭാഗത്ത് നിൽക്കുന്ന അതിജീവിതയ്ക്ക് എത്ര നാറ്റം ഉണ്ടാകും? അത് അദ്ദേഹം ചിന്തിക്കണ്ടേ? അദ്ദേഹത്തിന് ഇത്രയും ഇതിൻ്റെ പേരിൽ ഒരു ആക്ഷേപം ഉണ്ടാകുമെന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോഴും ആ മറുഭാഗം കൂടെ അദ്ദേഹം ചിന്തിച്ചില്ല. തുടക്കം മുതൽ ആ മറുഭാഗം അദ്ദേഹം ചിന്തിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഈ കിട്ടിയിരുന്ന ഒരു പരിഗണന എന്ന് പറയുന്നത് പൊതു ഇടത്ത് നമ്മൾ ഒരു പൊതുജനം ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം എന്താണ് എന്നുള്ളത് കൃത്യമായി പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നൊരു അനുകമ്പ അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു. അത് അദ്ദേഹമായിട്ട് തന്നെ ഇട്ട് തുലയ്ക്കുകയാണ്. അപ്പം ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു നിമിഷം വരെയും KPCC നേതൃത്വം അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് തള്ളിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇത്രയും ഒളിയിടങ്ങൾ അദ്ദേഹം മാറി മാറി പോകുമ്പോഴും കൃത്യമായ അദ്ദേഹത്തിന് പാർട്ടിക്ക് അകത്തുള്ള ആരുടെയെങ്കിലും ഒക്കെ പരിഗണന കിട്ടാതെ അല്ലേ? അപ്പോൾ ഇപ്പോൾ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ പൊള്ളാച്ചിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് അതിർത്തി, കർണാടക തമിഴ്നാട് അതിർത്തിയിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ട് വരുന്നത് അല്ലേ? അങ്ങനെയാണ് വരുന്നത്. ഏതായാലും ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് വൈകുന്നേരത്തിനകത്ത് എന്ന് തന്നെ പറയാം. അതിപ്പോൾ വൈകുന്നേരം 4 മണിയാണോ അതേ ഇനി രാത്രിയാണോ എന്നുള്ള അറിയില്ല. ഏതായാലും പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ പോലീസ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായി അദ്ദേഹം എവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലീസിന് കിട്ടിക്കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ തുഫൈൽ തന്നെ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയൊരു അപ്ഡേഷനായിട്ട് നമുക്ക് നൽകാനുള്ളത്. ഏതായാലും ഒരു 3 കാറ് മാറിയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഒരു കൊടും ക്രിമിനൽ എങ്ങനെയൊക്കെയാണ് ഒരു കേസിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു അന്വേഷണത്തിനെ വഴിതിരിച്ചു വിടുന്നത് എന്നുള്ള വല്ലാത്ത ബുദ്ധിയാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയമായിരുന്നാലും മറ്റാരായിരുന്നാലും ഇതിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേസിനെ വഴിതിരിച്ച് വിടാനുള്ള പല പരിപാടികളും ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഇത്രയും അഗ്രസീവായി നിൽക്കുന്നത് പോലീസ് കാണിക്കുന്നത് വെറും ഒരു നാടകമാണോ എന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് പോലീസിന്റെ ആവശ്യം കൂടിയാണ് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഏതായാലും നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാകും എന്ന് തന്നെയാണ്.